അവൾ പഠിത്തം കഴിഞ്ഞ് വന്നതും അമ്മായിയമ്മയുടെ മുഖത്ത് ഭയങ്കര ദേഷ്യഭാവം. അവൾക്ക് മനസ്സിലായി താൻ പഠിക്കാൻ പോയതുകൊണ്ട് ജോലി മുഴുവൻ അവർ ചെയ്യേണ്ട വന്നു എന്നുള്ള ദേഷ്യഭാവമാണ് മുഖത്തെന്ന്. അവൾ മൈൻഡ് ചെയ്തില്ല. അവൾ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴേക്കും വിളക്ക് കത്തിക്കാനുള്ള സമയമായിരുന്നു. രവിയും കുളിക്കാൻ പോയി. അവർ രണ്ടുപേരും കുളിച്ച് സന്ധ്യയ്ക്ക് ഹാളിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് രവി ചായ ചോദിച്ചത്. അവൾ അടുക്കളയിലേക്ക് പോയി. അമ്മായിയമ്മ റൂമിലായിരുന്നു. അച്ഛനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അടുക്കളയിൽ പോയി മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു. എന്തെങ്കിലും വേവിച്ചോ ഇല്ലയോ എന്നൊക്കെ. ചോറുണ്ട്, ഒരു ഒഴിച്ചുകറിയും ഇന്നലത്തെ മീനിൻ്റെ ബാലൻസ് കറിയും ഇരിപ്പുണ്ട്. വേറൊന്നും ഇവർ വെച്ചിട്ടില്ല. അവൾക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. താൻ ചമ്മന്തിയാണെങ്കിലും കഴിക്കും. അവർക്ക് ദേഷ്യമുണ്ട് നന്നായിട്ട്. ജോലി ചെയ്യാൻ ആളില്ലല്ലോ, അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ഒന്നും വെക്കാഞ്ഞെന്ന് അവൾക്ക് തോന്നി. ചായയും ഇട്ടിട്ടില്ല. അവൾ എല്ലാവർക്കുമുള്ള ചായ ഇട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അമ്മയെ വിളിച്ചു. എല്ലാവരും ചായ കുടിക്കുകയായിരുന്നു. ടി വിയും കണ്ട് ചായയും കുടിച്ചു. ചായ കുടിക്കുന്നിടയ്ക്ക് രവിയോട് അവൾ പറഞ്ഞു, ആഹാരമൊന്നും അത്ര ഇതല്ല. അമ്മ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഇന്നലത്തെ മീൻകറിയുടെ ബാലൻസും ചോറും പുളിശ്ശേരിയും മാത്രമേ ഉള്ളൂ. രവിക്ക് ആഹാരം കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു അവളുടെ ചിന്ത. അതൊന്നും കുഴപ്പമില്ലടി, എനിക്ക് ഒരു പച്ചമുളകായാലും മതി. വഴക്കും വക്കാണോ ഇല്ലാതെ മനസ്സമാധാനത്തോടെ ഇന്ന് കഴിക്കാൻ പറ്റിയ മാത്രം മതി, അവൻ പറഞ്ഞു. അവൾക്ക് ചിരി വന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അത്താഴമൊക്കെ വിളമ്പി. അച്ഛന് ദേഷ്യം വന്നു. എന്തുവാടി ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതൊക്കെ കൂട്ടി എങ്ങനെ കഴിക്കും? അച്ഛനാണെങ്കിൽ ഒരുപാട് കറികൾ വേണം. എനിക്ക് വയ്യായിരുന്നു. അടുക്കള പണിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് മടുത്തു. അതെന്താ ഇത്രയും നാൾ നീയല്ലേ ചെയ്തത്? ഇപ്പോഴല്ലേ ഈ പെങ്കൊച്ച് വന്നത്? അപ്പോൾ അവളെ കണ്ടുകൊണ്ട് നീ അവളെ കൂടെ മത്സരിക്കുകയാണോ? അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമില്ലേ? അവൾ വന്നു കയറിയെന്ന് പറഞ്ഞ് അവൾ അടുക്കളയിൽ കിടക്കണോ? നിനക്ക് എന്തെങ്കിലും കറി വെച്ചുകൂടെ? നീ നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, എല്ലാം വേവിക്കുന്നതല്ലായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ നിനക്ക് ഇത്രയും മടി വരാൻ കാര്യം എന്താ? അച്ഛൻ ആരെയും നോക്കാതെ പറഞ്ഞു. അവർക്കാണെങ്കിൽ നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മരുമോളെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ഇങ്ങനെ റൂമിലോട്ട് വരട്ടെ, ഇങ്ങേർക്കുള്ള വഴക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അവർ മനസ്സിൽ കരുതി. എന്തെങ്കിലും കറി ഉണ്ടാക്കണോ? അവർ ചോദിച്ചു. ഒരു കറിയും ഉണ്ടാക്കണ്ട, എനിക്ക് ഇവിടുന്ന് ആഹാരവും വേണ്ട. അദ്ദേഹം എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അതിനുശേഷം ഷർട്ടിട്ട് വെളിയിലേക്ക് വന്നു. രവിയോട് ചോദിച്ചു, എടാ നീ വരുന്നുണ്ടോ പുറത്ത്? നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാം. നീ ഇന്നത്തെ ദിവസം പട്ടിണി കിടന്നോ? അവരുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, നമുക്ക് 3 പേർക്കും ആഹാരം കഴിക്കാം. പിന്നെ ഈ കൊച്ചിനോടാണ് അവളുടെ വാശി കാണിക്കുന്നത്. ആഹാരം ഒന്നും വെക്കാതെ അവൾ ഇരിക്കുന്ന കണ്ടില്ലേ? അയാൾക്ക് നന്നായി ദേഷ്യം വന്നു. അവളെ മുമ്പ് വെച്ച് പറയുന്നതിന് അവർക്ക് നല്ല കടുത്ത അമർഷവും തോന്നി. അദ്ദേഹവും രവിയും കൂടി കടയിലേക്ക് പോയി പൊറോട്ടയും ചിക്കനും എല്ലാം വാങ്ങിച്ചു തിരികെ വീട്ടിൽ വന്നപ്പോൾ അവർ റൂമിലേക്ക് കയറിയെന്ന് മനസ്സിലായി. എല്ലാവർക്കുമുള്ള പ്ലേറ്റ് രമ്യ നിരത്തി. അതിനുശേഷം അച്ഛൻ ചെന്ന് അമ്മയെ വിളിച്ചു. ഡേയ് വാ, ആഹാരം കഴിക്കാൻ. എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നീ പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നെ എന്ന് പറഞ്ഞ് അവർ ചാടിക്കൊണ്ടുവന്നു. നീ ഒന്ന് അടങ്ങ്, പിന്നെ ആഹാരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദേഷ്യം വരത്തില്ലേ? അച്ഛൻ രവിയോട് ഒന്ന് പറഞ്ഞു, നിൻ്റെ അമ്മയെ പോയി നീ വിളിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞു കുഴഞ്ഞ്. അവൾക്ക് ആരോടൊക്കെയുള്ള വാശിയും ദേഷ്യവുമാണ് അവളെ ഈ കാണിക്കുന്ന മൊത്തം. രവി എന്ന അമ്മയെ വിളിച്ചു. അമ്മ വാ കഴിക്കുക, ഞാനല്ലേ പറയുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് അമ്മ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നത് എന്തിനാ? ഞാനല്ലേ വിളിക്കുന്നത്, അമ്മ വാ. അവൻ കൈ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. അവർ വല്ലച്ചാതി ഹാളിലേക്ക് വന്നു. രമ്യ അവർക്കുള്ള ഫുഡും വിളമ്പി. എല്ലാവരും കൂടി നിശബ്ദമായിരുന്ന ആഹാരം കഴിച്ചു. ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. കാര്യം നേരത്തെ അച്ഛൻ്റെ അമ്മയുടെയും ഉടക്ക് അമ്മയ്ക്ക് വലിയ ദേഷ്യമായെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ മോന്തയും വീർപ്പിച്ചിരിക്കില്ല. അച്ഛൻ പറഞ്ഞത് കണക്കായെന്നും അവൾക്ക് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നോടുള്ള വാശിക്കാണ് ഒന്നും ഉണ്ടാക്കാഞ്ഞത്. എന്നെ നോക്കണ്ട, അച്ഛനെങ്കിലും ഓർക്കാമായിരുന്നല്ലോ എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. അതിനുശേഷം ആഹാരമെല്ലാം കഴിച്ച് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും രമ്യ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രവി ചോദിച്ചു, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ കോളേജിലൊക്കെ പോയിട്ട്? ഇപ്പം പഠിക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല, ക്ലാസ്സിൽ വെച്ച് തന്നെ ഏറെക്കുറെ ഞാൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പരീക്ഷ എത്തുമ്പം പിന്നെ ഇനി തോറ്റിട്ട് ഇനി വാങ്ങി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല രവിയേട്ടാ, അങ്ങനെയൊന്നും ഇല്ല. അവൻ കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് അവൻ ചെറുതായിട്ട് കട്ടിലേക്കൊന്ന് ചാരി എന്നാൽ കിടന്നോ അതുമില്ല. അവൾ സൈഡിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. തൻ്റെ ദേഹത്ത് തട്ടുമെന്നായിരുന്നു അവളുടെ ഭയം.
അവൾക്ക് ഇഷ്ടമാണ് രവിയെ ഇഷ്ടമാണെങ്കിലും അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചേർന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അവളുടെ ദേഹത്ത് സ്പർശിക്കാൻ വരുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലാത്തതല്ല, അവൾക്ക് എന്തോ ഒരു ശ്വാസമുട്ടൽ പോലെ. അതിന് അവൾ ഉൾക്കൊള്ളാൻ ഇനിയും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് തോന്നുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവൾക്കറിയാം. പക്ഷേ തൻ്റെ മനസ്സതിന് സജ്ജമായിട്ടില്ല. കുറച്ചും കൂടെ കഴിയട്ടെ, അപ്പോഴേക്കും പാകപ്പെടുമായിരുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏറെക്കുറെ താൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അവൾ വിചാരിച്ചു. രവിയുടെ ചിന്തയും അതൊക്കെ തന്നെയായിരുന്നു. അവളിനി എന്നായിരിക്കും തന്നെ മനസ്സിലാക്കുക. ഏറെക്കുറെയൊക്കെ അടുപ്പമുണ്ടെങ്കിലും അവൾ അങ്ങോട്ട് അടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവൻ്റെ വിഷമം. കുറേ നേരം ഫോൺ നോക്കിയിരുന്നു. പിന്നെ അവൾക്ക് കിടക്കണ്ടേ, അവൻ താഴെ പായിൽ വന്ന് കിടന്നു. എന്നിട്ട് അവളോട് ലൈറ്റ് അണച്ചോളാൻ പറഞ്ഞു. അവൾ ലൈറ്റ് അണച്ചു. ലൈറ്റ് അണച്ചെങ്കിലും രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. എന്തൊക്കെയോ ചിന്തകൾ രണ്ടുപേരുടെയും മനസ്സിലൂടെ കടന്നുപോയി. പിറ്റേന്ന് നേരം വെളുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും